റവയും പാലും ശർക്കരയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വൈകുന്നേരം 4 മണി ചായക്ക് ഏറ്റവും സിമ്പിളും നല്ല ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന അടിപൊളി ഒരു സ്നാക്സിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. അതും ഒരുപാട് സമയമൊന്നും വേണ്ടാതെ ഒരു 10-15 മിനിറ്റ് ഉള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടാവും. നമുക്കിപ്പോൾ ആദ്യം തന്നെ ശർക്കര ഇതേപോലെ ഒന്നങ്ങ് ഗ്രേറ്റ് ചെയ്ത് ഉരുക്കിയെടുക്കലാണ് ചെയ്യുന്നത്. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കരയാട്ടോ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ശർക്കരയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഉരുകി വന്നോളും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. നന്നായിട്ട് തിളച്ച് ശർക്കരയൊക്കെ ഒന്നങ്ങ് അലന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് ആ വലിയ തീ ചൂട് ഒന്നങ്ങ് ആറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. ഇനി മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1 നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ റവ മിക്സിയുടെ ജാറിൽ ചേർത്ത് പൊടിക്കൊന്നും വേണ്ട, ഞാൻ പൊടിക്കാതെ അങ്ങനെ തന്നെയാട്ടോ ചേർത്തിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തപ്പോഴേക്കും നമ്മുടെ വലിയ ചൂട് ഒന്നങ്ങ് ആറി വന്നിട്ടുണ്ട് ശർക്കരപ്പാനിയുടെ. അത് ഇതേപോലെ ഒരു അരിപ്പയിലൂടെ അരിച്ചങ്ങ് ചേർത്ത് കൊടുക്കാം. മുഴുവനും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഹാൻഡ് വിസ്ക് വെച്ച് കട്ടകളൊന്നുമില്ലാതെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇതേപോലെ മിക്സ് ആക്കി എടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും, പക്ഷേ റവ ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളമൊക്കെ വലിച്ചെടുത്ത് കുറച്ചും കൂടി കട്ടിയായിട്ട് വന്നോളും. അതിൻ്റെ ഒപ്പം തന്നെ 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സാധാരണ കവർ പാലാണ് എടുത്തിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിക്കാം, ഞാനിവിടെ തിളപ്പിക്കാത്ത പാലാട്ടോ ചേർത്ത് കൊടുത്തത്. ഇതുപോലെ ചേർത്ത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പാല് ചേർക്കുമ്പോൾ ഒരുമിച്ച് ചേർക്കാതെ കുറച്ച് കുറച്ചായിട്ട് മാത്രം ചേർത്താൽ മതി. കണ്ടോ, 1/2 കപ്പ് പാല് നമ്മൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ റെസ്റ്റ് ഒന്നും ചെയ്യാനായിട്ട് വെക്കേണ്ട. ഇതിലേക്ക് നന്നായിട്ട് പൊങ്ങി ശരിക്കും സോഫ്റ്റായി വരാനായിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിൻ്റെ മിക്സിങ്ങിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും കാണുന്ന ചേരുവകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഒട്ടും തന്നെ റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കാതെ നമുക്ക് നേരെ തന്നെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടിയിലാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ എല്ലാ കുഴിയിലേക്കും കുറച്ച് മാത്രം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/4 ഭാഗം മാവൊക്കെ കോരി ഒഴിക്കാം കേട്ടോ. ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തുകൊണ്ട് നന്നായിട്ട് പൊങ്ങി വന്നോളും, അതുകൊണ്ട് 1/4 ഭാഗം മാത്രം ചേർത്താൽ മതി. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ ഓയിലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് എല്ലാ കുഴിയിലേക്കും ചേർത്ത് കൊടുത്താലും നല്ലത് തന്നെയാണ്. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി, അതുവരെ മീഡിയത്തിൽ വെക്കാം കേട്ടോ. ഒരു വശമൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഇതേപോലെ മറിച്ചിട്ട് കൊടുത്ത് മറുവശവും കൂടി നന്നായിട്ട് റെഡിയായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാം. കണ്ടോ, നന്നായിട്ട് കളറൊക്കെ മാറി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിമിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കാം, മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ മാത്രം വെക്കുക കേട്ടോ. ഒരുപാട് കളറൊന്നും മാറിപ്പോവാതെ പാകത്തിനായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കണ്ടല്ലോ, സിമ്പിളായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. റവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പം ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ചൂട് ചായയുടെയൊക്കെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. കൂടെ തന്നെ കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. നമുക്കിപ്പോൾ ഇതേപോലുള്ള നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.